എല്ലാവർക്കും നമസ്കാരം. ഗോകുല ലീലയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് രാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചത്? രാമന് അത് സാധ്യമാകുമോ? ഇങ്ങനെ ഉപേക്ഷിച്ചത് ന്യായമായിരുന്നോ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലൊക്കെയുണ്ട് ഇല്ലേ? രാമായണത്തിൽ തന്നെ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് രാമൻ സ്ത്രീരത്നങ്ങളെ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള രാമന് ഇത് സാധ്യമാകുമോ? അതിനിനി എന്തായിരുന്നു കാരണം? അതെ, രാമായണത്തിൽ പരാമർശിച്ച മറ്റ് സംഭവങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പരാമർശിക്കാം. ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യ അവിശ്വസ്തതയിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു കല്ലായി തുടരാൻ ശപിക്കപ്പെട്ടിരുന്നു. ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ അനേകം മഹർഷിമാരും ദേവന്മാരും പ്രത്യക്ഷപ്പെട്ടെങ്കിലും അഹല്യയെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അഹല്യയെ വിധിക്കാത്ത ഒരു സത്തയിൽ നിന്ന് മോചിപ്പിക്കാം എന്നതായിരുന്നു അനുശാസിക്കപ്പെട്ട അടിസ്ഥാന വ്യവസ്ഥ. മഹാമുനികളിലോ ദേവതകളിലോ ആർക്കും അവളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കെല്ലാം അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് മുൻവിധികളുണ്ടായിരുന്നു. രാമൻ വന്ന് അവളെ മോചിപ്പിക്കുന്നത് വരെ അവൾ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അഹല്യയെ ഗ്രഹിച്ച പാപത്തെ വിധിക്കാതെ ആത്മീയമായി സമീപിച്ചത് രാമൻ മാത്രമാണ്. രണ്ടാമത്തെ സംഭവം, കാട്ടിലെ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വൃദ്ധയായ ശബരിയെ രാമൻ കണ്ടുമുട്ടിയപ്പോൾ അവൾ മുമ്പ് ആസ്വദിച്ച, അതായത് നല്ല ഫലങ്ങളാണോ എന്ന് മനസ്സിലാക്കാൻ അവൾ ഭാഗികമായി ഭക്ഷിച്ചു നോക്കുമായിരുന്നു. ആ ഫലങ്ങളാണ് അവൾ എപ്പോഴും ശേഖരിച്ചു വെച്ചിരുന്നത്. ആ ഫലങ്ങളാണ് രാമന് വിളമ്പിയതും. അതിഥികളെ ദൈവത്തെ പോലെ പരിഗണിക്കണമെന്നും ഇതിനകം കഴിച്ച ഭക്ഷണം പാപമായി കണക്കാക്കണമെന്നുമാണല്ലോ നമ്മുടെ പ്രോട്ടോകോൾ. എന്നാൽ ഇതൊന്നും ശബരിക്കറിയില്ല. താൻ വിളമ്പുന്ന ഭക്ഷണത്തിന് മേന്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി താൻ ടെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഫലങ്ങളാണ് രാമന് ശബരി വിളമ്പിയത്. എന്നാൽ ഇത് കണ്ട് ക്ഷുഭിതനായ ലക്ഷ്മണൻ അത് നിരസിക്കുകയും ചെയ്തു. ലക്ഷ്മണനെ രാമൻ ശാന്തനാക്കുക മാത്രമല്ല, കൃതജ്ഞതയോടെ ആ കായ്കൾ തിന്നുകയും ചെയ്തു. അങ്ങനെയുള്ള രാമൻ എങ്ങനെയാണ് സീതയെ വനത്തിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായത്? ഇല്ലേ? ഒരു സംശയം വരുന്നു. ആ കായകൾക്ക് പകരമായി അദ്ദേഹം ശബരിയെ ഭക്തിയുടെ പരമോന്നത അറിവിലേക്കാണ് നയിച്ചത്. അടുത്തതായി, ഭർത്താവ് ബാലിയുടെ വിയോഗത്തെ തുടർന്ന് വിധവയായി തീർന്ന താരയെക്കുറിച്ചാണ്. വിധവയായ സമയത്ത് രാജ്യം ഭരിക്കാൻ അവളെ പ്രാപ്തയാക്കിയതും അവളെ ആ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിച്ചതും രാമനായിരുന്നു. അതുപോലെ തന്നെയാണ് മണ്ഡോദരിയുടെ കാര്യം. രാമൻ രാവണനെ വധിച്ചപ്പോൾ ഭാര്യ മണ്ഡോദരി രാമന്റെ കോപത്തെ ഭയന്നു. അവളെ കണ്ടപ്പോൾ രാമൻ എന്തു ചെയ്തു? വിജയിയായ രാജാവ് മണ്ഡോദരിയുടെ മുന്നിൽ വണങ്ങി അവളെ സ്തുതിച്ചു. അവൻ അവളുടെ സദ്ഗുണങ്ങളെ പുകഴ്ത്തി അവൾക്കുണ്ടായ വേദനയ്ക്ക് ക്ഷമ ചോദിക്കുകയും അവൾക്ക് ഉയർന്ന ബഹുമതികൾ നൽകുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ രാമൻ ഈ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറുകയും അവരെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്തിരുന്നുവല്ലോ. അങ്ങനെയുള്ള രാമൻ തൻ്റെ ഗർഭിണിയായ ഭാര്യ സീതയെ നാട് കടത്തി. അത് എന്തുകൊണ്ട്? ഇതിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ടോ? അതെ, ആഴത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. തുറന്ന ഹൃദയത്തോടെയും തുറന്ന മനസ്സോടെയും ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ രചിച്ച ജ്ഞാനികളുടെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കും. രാമായണവും മഹാഭാരതവും എഴുതുകയും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്തത് ഒരു ലക്ഷ്യത്തോടെയാണ്. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തെ പരാമർശിക്കുന്നുണ്ട്. ഒരു ദാർശനിക അർത്ഥത്തിൽ ആ യുദ്ധം നമ്മിൽ ഓരോരുത്തരിലും നിലനിൽക്കുന്ന വൈരുദ്ധാത്മിക, അതായത് സ്വാത്വിക താമസ പ്രവണതകളെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഈ ചക്രത്തിൽ നമ്മുടെ മാനസികവും ആത്മീയവുമായ പരിണാമത്തെ നിർണയിക്കുന്ന നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ നിന്ന് ഓരോ ദിവസവും നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഈ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ശരിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ശക്തി നേടും എന്ന് പ്രതീക്ഷിക്കുന്നു. മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒരേ ഒരു ഉദ്ദേശ്യം ഇതാണെങ്കിലും ഈ രണ്ട് ഗ്രന്ഥങ്ങളിലെയും ആവർത്തന പ്രമേയം വ്യത്യസ്തമാണ്. മഹാഭാരതം ഒരു ജയ ആരവങ്ങളുടെ പ്രമേയമാണെങ്കിൽ രാമായണത്തിലെ ആവർത്തന പ്രമേയം വേദന അല്ലെങ്കിൽ വേർപിരിയലാണ്. അപകീർത്തി ജനങ്ങളിൽ ചർച്ചാ വിഷയമാകുന്ന വ്യക്തി താഴ്ന്ന മേഖലകളിൽ, അതായത് നരകങ്ങളിൽ വീഴുകയും
തൻ്റെ അപകീർത്തി പാരായണം ചെയ്യുന്നിടത്തോളം കാലം അവൻ അവിടെ തുടരുകയും ചെയ്യും എന്ന് രാമായണത്തിലും മഹാഭാരതത്തിലും പറയുന്നുണ്ട്. ഞാൻ ദുഃഖസാഗരങ്ങളിൽ മുങ്ങിയിരിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഭവവും ഞാൻ ഓർക്കുന്നില്ല എന്ന് രാമായണത്തിൽ രാമൻ പറയുന്നു. രാമൻ ഇങ്ങനെ പറയുന്നു: ഞാൻ മനസ്സുറപ്പിച്ചു, ഹേ സുമിത്രകുമാര, ലക്ഷ്മണ, സീതയെ നിന്റെ രഥത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് ഇറക്കി വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗംഗയുടെ മറുവശത്ത് താമസ നദിയുടെ തീരത്താണ് വാൽമീകി മുനിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. സീതയെ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് മടങ്ങുക. സുമിത്രാനന്ദന, ദയവായി എൻ്റെ കൽപ്പന അനുസരിക്കുക. ഇക്കാര്യത്തിൽ കൂടുതൽ വാദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ലക്ഷ്മണ, നീ ഇപ്പോൾ പോകൂ. ദയവായി അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത്. എനിക്ക് വേണ്ടി എൻ്റെ തീരുമാനത്തെ എതിർക്കാൻ നീ ഒന്നും തന്നെ പറയരുത്. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഒരു സഹോദരൻ എന്ന നിലയിൽ നിന്റെ കടമകൾ നിർവഹിക്കുകയും ചെയ്യുക. കാടുകളിലെ സന്യാസിമാരുടെ ആശ്രമങ്ങൾ കാണണമെന്ന് സീത എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവളുടെ ആഗ്രഹം ഇപ്പോൾ ചിലപ്പോൾ സാധിച്ചേക്കാം. പറയുമ്പോൾ രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാമൻ്റെ ഹൃദയം സങ്കടം കൊണ്ട് നിറഞ്ഞു. ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വിവരിക്കുന്നത് രാമായണത്തിലെ ഉത്തരാകാണ്ഡം എന്ന ഭാഗത്തിൽ 43 മുതലുള്ള അധ്യായത്തിലാണ്. അധ്യായം 46 ഇങ്ങനെയും പറയുന്നു: അവർ ഉടനെ തന്നെ മുനിമാരെ കാണുമെന്ന് ലക്ഷ്മണൻ സീതയെ അറിയിക്കുകയാണ്. സന്തോഷത്തോടെ സീത തയ്യാറാവുകയും അവർക്ക് നൽകാനായി താൻ ശേഖരിച്ച സമ്മാനങ്ങൾ തയ്യാറാക്കി ലക്ഷ്മണൻ്റെ കൂടെ യാത്ര തിരിച്ചു. നദി മുറിച്ചു കടന്ന് ഇരുവരും ആശ്രമത്തിലെത്തി. മറുകരയിലെത്തിയപ്പോൾ ലക്ഷ്മണൻ കരയാൻ തുടങ്ങി. സംസാരിക്കാനാവാതെ കരയുന്നതിനിടയിൽ ഇടയ്ക്ക് കനത്ത ശ്വാസമെടുത്ത് വിങ്ങി. ഇത് കണ്ട് ഞെട്ടിയ സീത മധുരവും ദയുള്ളതുമായ സ്വരത്തിൽ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ലക്ഷ്മണ, 2 ദിവസമേ ആയിട്ടുള്ളൂ നീ രഘുനന്ദനെ കാണാതിരുന്നിട്ട്. പാവം കുട്ടി, ഇത്ര ചെറിയ കാലയളവ് പോലും വേർപിരിയാൻ താങ്ങാൻ പറ്റാത്ത വിധം നീ നിന്റെ സഹോദരനോട് ചേർന്ന് നിൽക്കുന്നു. വിഷമിക്കണ്ട, അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം നമ്മൾക്ക് അദ്ദേഹത്തെ ഉടനെ തന്നെ കാണാൻ സാധിക്കും. ഹേ സുമിത്രാനന്ദന, അങ്ങേപ്പോലെ ഞാനും എൻ്റെ നാഥനെ പിരിഞ്ഞതിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷെ ഞാൻ കരയുന്നത് നീ കാണുന്നുണ്ടോ? ലക്ഷ്മണൻ ആകെ തകർന്നു. മുട്ടിൽ മുട്ടുകുത്തി സീതയുടെ പാദങ്ങൾ ആലിംഗനം ചെയ്തു. കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സീതയുടെ കാലുകൾ നനഞ്ഞു. സീത അവനെ നിർത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്പസമയത്തിന് ശേഷം സ്വയം നിയന്ത്രണം നേടിയ അദ്ദേഹം വിറയ്ക്കുന്ന സ്വരത്തിൽ സീതയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഞാൻ സഹോദരൻ്റെ കൽപ്പന മാത്രം അനുസരിക്കുന്നു. ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ സഹോദരനാൽ നാടുകടത്തപ്പെട്ടിരിക്കുന്നു. സീത ആകെ പരിഭ്രമിച്ചു. വിധിയുടെ ഒരു മിന്നൽ പിണർ സീതയുടെ ജീവിതത്തെ ബാധിച്ചതായി ആ വാക്കുകൾക്ക് തോന്നി. ഒരിക്കൽ കൂടി ഭർത്താവിൻ്റെ അഭാവത്തിൽ തനിക്ക് ജീവിതം മുഴുവൻ ചിലവഴിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ വിശുദ്ധിയെ ചില പൗരന്മാർ ചോദ്യം ചെയ്തു. അതിനാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഋഷിമാരോടൊപ്പം ചെലവഴിക്കാൻ നിങ്ങളെ കാട്ടിലേക്ക് അയക്കാൻ സഹോദരന് ഈ തീരുമാനം എടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ അദ്ദേഹം എന്നെ അനുവദിച്ചില്ല. ഞാൻ നിസ്സഹായനായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ഈ വാക്കുകൾ കേട്ട് സീത ബോധരഹിതയായി. അവൾ ബോധം വീണ്ടെടുത്ത ശേഷം ലക്ഷ്മണൻ കൂപ്പുകൈകളോടെ സീതയുടെ അടുത്തു നിന്നും വിടവാങ്ങി. അവൻ കൂടുതൽ അകന്നു പോകുമ്പോൾ ഇടയ്ക്കിടെ അവളെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അധ്യായം 47 ഇങ്ങനെ പറയുന്നു: ആശ്രമത്തിലെ ചില കുട്ടികൾ നദിക്കരയിൽ കരയുന്ന സീതയെ കണ്ടെത്തി. അവർ മഹർഷിമാരെ അറിയിക്കുകയും വാൽമീകി ഗുരുപത്നിമാരോടൊപ്പം സീതയെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. സീത തൻ്റെ കഥ വാൽമീകിയോട് പറഞ്ഞു. അധ്യായം 48 ലക്ഷ്മണൻ തൻ്റെ രഥത്തിൽ കയറി തൻ്റെ സാരഥിയായ സുമന്ത്രനോട് അയോധ്യയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പോകുന്ന വഴിയിൽ ലക്ഷ്മണൻ സുമന്ത്രനോട് ഇങ്ങനെ ചോദിക്കുന്നു: ഹേ സുമന്ത്ര, എനിക്ക് ജീവിതകാലം മുഴുവൻ സീതയ്ക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖം സഹിക്കാനാവുന്നില്ല. അവർ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് ശേഷവും
സഹോദരൻ എന്തിനാണ് അവരെ ബലിയർപ്പിച്ചത്? എൻ്റെ സഹോദരൻ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല ഭരിക്കേണ്ടിയിരുന്നത്. ഇതാണോ നീതി? ഇതാണോ ധർമ്മം? ഇതേ ചോദ്യം തന്നെയല്ലേ നമ്മിൽ ഓരോരുത്തരിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതിനെല്ലാം പിന്നിൽ തന്നെ ഓരോരോ മാനങ്ങളുണ്ട്. രാമൻ തൻ്റെ പിതാവായ ദശരഥനിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ രാജാവ് ദുഃഖത്താൽ മരിക്കുന്നു. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അമ്മയിൽ നിന്നുള്ള വേർപിരിയലും അവരുടെ ഹൃദയം തകർത്തു. അവർ തൻ്റെ മക്കളെ വേദനിപ്പിക്കുന്ന ഒരു വേദനാജനകമായ ജീവിതമാണ് നയിക്കുന്നത്. രാമൻ്റെയും സീതയുടെയും വേർപിരിയൽ മൂലമുണ്ടായ ഭരതൻ്റെ വേദനയും തീവ്രമാണ്. അവൻ തൻ്റെ ചുമതലകൾ നിറവേറ്റുന്നതിനിടയിൽ ഒരു സന്യാസി ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഭരതൻ സ്വമേധയാ ഭൗതിക സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് തോൽവസ്ത്രം ധരിച്ച് തൻ്റെ സഹോദരൻ മടങ്ങി വരുന്നതും കാത്ത് തറയിലാണ് ഉറങ്ങിയിരുന്നത്. രാജാവായി ഭരിക്കാനുള്ള അവകാശത്തിൽ നിന്ന് രാമൻ വേർപിരിഞ്ഞു. രാമന് ആസ്വദിക്കാൻ വിധിക്കപ്പെട്ട സുഖങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും എല്ലാം വേർപെട്ട് താമസിക്കേണ്ടി വന്നു. ശാന്തമായ വനത്തിൽ സീതയ്ക്കൊപ്പം രാമൻ ഇതെല്ലാം സഹിക്കുന്നു. എന്നാൽ ഒടുവിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം രാമൻ സീതയിൽ നിന്നും വേർപിരിയുന്നു. വനത്തിലെ സമാധാനപരമായ വനവാസത്തിൽ നിന്ന് വേർപെട്ട രാമൻ ലങ്കയിലെത്താനുള്ള പ്രക്ഷുബ്ധമായ യാത്ര ആരംഭിക്കുകയാണ്. രാവണനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ച രാമൻ സീതയെ നാടുകടത്തുമ്പോൾ വീണ്ടും വേർപിരിയുകയാണ്. രാമൻ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും വേർപിരിഞ്ഞു. രാമനും സീതയും ആരായിരുന്നു എന്നതിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഈ ഭൂമിയിൽ രാമൻ്റെയും സീതയുടെയും രൂപത്തിൽ അവതാരങ്ങളായി അവതരിച്ചു. അവർ മനഃപൂർവ്വം പൂർണ്ണ അവതാരങ്ങളായി ജനിക്കരുതെന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് അവർ തങ്ങളുടെ ദൈവികതയെക്കുറിച്ച് അജ്ഞരായിരിക്കണം. അവർ മനുഷ്യരാണെന്ന് വിശ്വസിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം. കൃഷ്ണൻ ഒരു പൂർണ്ണ അവതാരമായിരുന്നു. അതായത് താൻ പരമമായ ദൈവമാണെന്ന് ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. രാമനും സീതയും ഈ ഭൂമിയിൽ വെറും മനുഷ്യരായാണ് ജീവിച്ചത്. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും മനഃപൂർവ്വം തങ്ങളുടെ വിധിയും അവരുടെ ജീവിതത്തിൻ്റെ വികാസവും രാമനും സീതയും ആയി തിരഞ്ഞെടുക്കുന്നതിൽ നടത്തുകയാണ് ഉണ്ടായത്. വേദനയും വേർപിരിയലും നിറഞ്ഞ ഒരു ജീവിതം. മനുഷ്യരെന്ന നിലയിൽ രാമൻ്റെയും സീതയുടെയും ജീവിതം വേദന നിറഞ്ഞതാണ്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കുറവാണ്. അത് വളരെ ക്ഷണികവുമാണ്. രാമനും സീതയും ഈ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഗർഭിണിയായ ഭാര്യയെ നാട് കടത്തിയതിൻ്റെ കളങ്കം അനുഭവിക്കേണ്ടി വന്ന മഹാവിഷ്ണു എന്തിനാണ് ഈ പ്രത്യേക ജന്മം തിരഞ്ഞെടുത്തത്? മിക്കവാറും എല്ലാ സുപ്രധാന ഗ്രന്ഥങ്ങളിലും ഉത്തരം വ്യക്തമായി പരാമർശിക്കപ്പെടുന്നു. രാമൻ്റെ ജീവിതത്തിലുടനീളം വേർപിരിയലിൻ്റെയും വേദനയുടെയും പ്രമേയമാണ്. ഗർഭിണിയായ സീതയുടെ വനവാസവും ദുഃഖകരമാണ്. വിഷ്ണു ഭഗവാൻ 2 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണ് ഇങ്ങനെ ചെയ്തത്. ഒന്നാമത്തെ ലക്ഷ്യം അവൻ്റെ ഭക്തരെ രക്ഷിക്കുക. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും രാമൻ്റെയും സീതയുടെയും ജീവിതം നയിച്ചത് അവരുടെ ഏറ്റവും വലിയ ഭക്തരായ രാവണനെയും കുംഭകർണനെയും രക്ഷിക്കാനാണ്. അതെ, ഈ 2 ഭക്തരെ രക്ഷിക്കാൻ രാമൻ്റെയും സീതയുടെയും ജനനത്തിൻ്റെ വിത്തുകൾ പണ്ടേ വിതച്ചിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ ഉദ്ഭവം വൈകുണ്ഠത്തിൻ്റെ ദ്വാരകപാലകനായിരുന്ന ജയവിജയ എന്നീ 2 തീവ്രഭക്തരുടെ ശാപം ലഘൂകരിക്കാനാണ്. മഹാവിഷ്ണുവിനെ കാണുന്നതിൽ നിന്ന് ജയയും വിജയും ഒരിക്കൽ 4 കുമാരന്മാരെ കുട്ടികളായ 4 കുമാരന്മാരെ തടഞ്ഞു. 4 കുമാരന്മാരും വിഷ്ണുവിനെ കാണാൻ അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നുവെങ്കിലും ജയയും വിജയും വഴങ്ങിയില്ല. കുമാരന്മാർ കോപാകുലരായി 2 ദ്വാരപാലകരെയും ശപിച്ചു. വിഷ്ണു ഈ ഭക്തരുടേതാണ്. നിങ്ങൾ ഞങ്ങളെ മഹാവിഷ്ണുവിൽ നിന്ന് വേർപ്പെടുത്തിയതുപോലെ നിങ്ങൾ 2 പേരും നിങ്ങളുടെ ദിവ്യത്വം നഷ്ടപ്പെടുകയും വിഷ്ണുവിൽ നിന്ന് വേർപിരിഞ്ഞ് ഭൂമിയിൽ മർത്യരായി ജനിക്കുകയും ചെയ്യും. ജയയ്ക്കും വിജയ്ക്കും മഹാവിഷ്ണുവിൽ നിന്ന് വേർപിരിഞ്ഞതിനെക്കുറിച്ചുള്ള ചിന്ത സങ്കല്പിക്കാനാവാത്തതാണ്. അവർ വിഷ്ണുവിൻ്റെ കൃപയിൽ വീഴുകയും കുമാരന്മാരുടെ ശാപം നീക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കുമാരന്മാരുടെ ശാപം അപകീർത്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് വിഷ്ണു നിരസിച്ചു. എന്നാൽ ഭൂമിയിലെ അവരുടെ എല്ലാ മർത്യജന്മങ്ങളിലും തങ്ങളോടൊപ്പം ജന്മമെടുക്കുമെന്നും ജയയും വിജയയും ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ വിഷ്ണു അവർക്ക് 2 തിരഞ്ഞെടുപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നു. ആദ്യത്തേത് വിഷ്ണു ഭക്തനായി ഭൂമിയിൽ 7 ജന്മങ്ങൾ എടുക്കുക എന്നതാണ്.
രണ്ടാമത്തേത് 3 ജന്മങ്ങൾ തൻ്റെ ശത്രുവായി എടുക്കുക എന്നതായിരുന്നു. 7 ജന്മങ്ങൾ വിഷ്ണുവിൽ നിന്നും അകന്നു നിൽക്കുന്നത് ജയയ്ക്കും വിജയിക്കും താങ്ങാവുന്നതിലും അധികമായിരുന്നു. ജയ ഇങ്ങനെ പറയുന്നു: ജനിക്കുന്ന എല്ലാവരും മരിക്കണം. ഞങ്ങളുടെ ദൈവമേ, ഈ ഭൂമിയിലെ അസ്തിത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിനേക്കാൾ മികച്ച മാർഗം എന്താണ്? അതിനാൽ രാമൻ്റെ ജനനം സീതയെ രക്ഷിക്കലല്ല, മറിച്ച് തൻ്റെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുക എന്നതായിരുന്നു. 2ാം ജന്മത്തിൽ രാവണനായും കുംഭകർണനായും ജനിച്ചതും ജയയും വിജയിയും ആണ്. മഹാവിഷ്ണു സൃഷ്ടിച്ച മായ തൻ്റെ ഭക്തരെ രക്ഷിക്കുകയും രാമൻ്റെയും സീതയുടെയും ജീവിതകഥയിലൂടെ നമ്മെ അറിവിൻ്റെ പാതയിലേക്ക് നയിക്കാൻ രാമായണ ഗ്രന്ഥം നൽകുകയും ചെയ്തു. 2ാമത്തെ ലക്ഷ്യം ഭൃഗുമുനിയുടെ ശാപത്തെ മാനിക്കുക എന്നതാണ്. സീതയുടെ വനവാസത്തെക്കുറിച്ചുള്ള 2ാമത്തെയും അധികം അറിയപ്പെടാത്തതുമായ സത്യം വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലർക്കും അത് അറിയില്ല. രാമന് സീതയിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്നത് തനിക്ക് ലഭിച്ച ഒരു ശാപം നിറവേറ്റാനാണ്. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോരാട്ടങ്ങളിൽ മഹാവിഷ്ണു പലപ്പോഴും 3 ലോകങ്ങളുടെയും ക്ഷേമത്തിനായി ദേവന്മാരെ പിന്തുണച്ചു. ഒരിക്കൽ ഭൃഗു മഹർഷിയുടെ പത്നി ഖെതിക്കെതിരെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്താൻ വിഷ്ണുവിന് സുദർശന ചക്രം ഉപയോഗിക്കേണ്ടി വന്നു. തൻ്റെ ഭാര്യയെ വിഷ്ണു വധിച്ചതായി കണ്ടപ്പോൾ ഭൃഗു തൻ്റെ ഭാര്യയിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെ വേദന ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന് വിഷ്ണുവിനെയും ശപിക്കുന്നു. വരങ്ങളുടെ യഥാർത്ഥ ദാതാവായ വിഷ്ണു ഭഗവാൻ ഋഷിയുടെ കോപം അംഗീകരിക്കുകയും ഭൃഗുമുനിയുടെ ശാപം മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ രാമൻ സീതയിൽ നിന്ന് ആവർത്തിച്ചുള്ള വേർപിരിയലിനെയും തുടർന്നുള്ള സീതയുടെ വനവാസത്തെയും കുറിച്ചുള്ള നിഗൂഢമായ സത്യം ഇങ്ങനെയാണ്. ഭൃഗുമുനിയുടെ ശാപം ഏറ്റുവാങ്ങിയ മഹാവിഷ്ണുവിന് ഋഷിയുടെ വാക്കുകൾ പ്രകടിപ്പിക്കേണ്ടി പരമാത്മാവിനെയും പരമമായ അറിവിനെയും പ്രതിനിധീകരിക്കുന്ന വിഷ്ണുവിന് താനും ലക്ഷ്മിയും ഒന്നാണെന്നറിയാം. വിഷ്ണു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യം അറിയുന്നവനാണ്. അവൻ ഏതു വൈവിധ്യത്തിനും അതീതമാണ്. മഹാവിഷ്ണു ആയിരുന്നിടത്തോളം കാലം അച്യുതനും അചഞ്ചലനും മാറ്റമില്ലാത്തവനുമാണ്. ഭൃഗുമുനിയുടെ ശാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കാരണം അവിടെ വിഷ്ണുവും ലക്ഷ്മിയും ഒന്നുമില്ല. രണ്ടും പരമാത്മാവിൻ്റെ ഭാഗവുമാണ്. മഹാവിഷ്ണു തൻ്റെ പ്രബുദ്ധമായ അവസ്ഥയിൽ തുടരുന്നിടത്തോളം ശരീരത്തിൻ്റെ വേർപിരിയൽ മൂലമുണ്ടാകുന്ന വേദന ഒരിക്കലും അനുഭവിക്കില്ല. അപ്പോൾ ഭൃഗു മഹർഷിയുടെ വാക്കുകൾ എങ്ങനെ മാനിക്കപ്പെടും? സാധാരണ മനുഷ്യരായി ജനിച്ച് അവരുടെ വേർപിരിയലിന് കാരണമാകുന്ന ഒരു വിധി സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും രാമൻ്റെയും സീതയുടെയും ദൈവികതയെക്കുറിച്ചുള്ള അജ്ഞതയിൽ വിധി ഏറ്റെടുക്കുകയും ഭൃഗുമുനിയുടെ ശാപത്തെ മാനിക്കുന്നതിനായി വേർപിരിയലിൻ്റെ വേദന അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ രാമൻ്റെയും സീതയുടെയും ജീവിതം കേവലം മനുഷ്യരുടെ ജീവിതമായാണ് വിചിന്തനം ചെയ്യേണ്ടത്. നിങ്ങളെയും എന്നെയും പോലെ വിധിയുടെ വലയിൽ അകപ്പെട്ട 2 മനുഷ്യർ. എന്നാൽ ഇവിടെ രാമൻ്റെ മഹത്വം രാമൻ ഒരു അവതാരമായതുകൊണ്ടല്ല, മറിച്ച് രാജാവാകാൻ വിധിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചതുകൊണ്ടാണ്. ഒരു പുരുഷനെന്ന നിലയിൽ രാമൻ സ്തുത്യർഹനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 2ാനമ്മ തൻ്റെ രാജ്യം കവർന്നെടുത്തു. പക്ഷേ അദ്ദേഹം അവളോട് ഒരിക്കലും വിദ്വേഷം കാണിച്ചില്ല. രാജകുമാരന് ആ പിതാവിനെയും നഷ്ടപ്പെടുകയാണ്. സഹോദരന്മാരിൽ നിന്നും അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു. കർമ്മയോഗിയായ രാമൻ തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ മാനിച്ച് രാജ്യം ഉപേക്ഷിച്ചു വനവാസത്തിന് പോയി. വനവാസത്തിലായിരിക്കെ ധീരനായ പോരാളിയായി രാമൻ അതിജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളെപ്പോലും തരണം ചെയ്തു. തൻ്റെ പരമ്പരാഗത സൈന്യമില്ലാതെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയവരോട് യുദ്ധവും ചെയ്തു. നീതിമാനായ രാജാവാണ് രാമൻ. വിധിയുടെ കൽപ്പന പ്രകാരം തൻ്റെ ഗർഭിണിയായ ഭാര്യയെ എന്നേക്കുമായി നാടുകടത്തേണ്ടി വന്നു. തൻ്റെ പ്രശസ്തിക്ക് എന്നേക്കുമായി കളങ്കം സമ്പാദിച്ചു. വരും കാലങ്ങളിൽ താൻ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് നന്നായി മനസ്സിലാക്കി ദുഃഖിതനായ ഭർത്താവായ രാമൻ ഭാര്യയുമായി വേർപിരിഞ്ഞ ശേഷം ബ്രഹ്മചര്യമാണ് അനുഷ്ഠിച്ചത്. ഏകാകിയായ രാജാവ് രാമന് തൻ്റെ പുത്രന്മാരുടെ ബാല്യകാലവും നഷ്ടപ്പെടുകയാണ്. പിതൃത്വത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് പോലും അകന്നു നിൽക്കേണ്ടതായിട്ടും വന്നു.
എന്നിട്ടും ജ്ഞാനയോഗിയായ രാമൻ രാജാവെന്ന നിലയിലുള്ള തൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണവും ഭൗതിക വസ്തുക്കളിൽ നിന്ന് വേർപെട്ട് മറ്റുള്ളവരോട് എപ്പോഴും കരുണയുള്ളവനുമായ ശ്രീരാമൻ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ മാതൃകയായിരുന്നു. തൻ്റെ ജീവിതത്തിലുടനീളം മറ്റുള്ളവരുടെ ആവശ്യങ്ങളും ക്ഷേമവും രാമൻ തൻ്റെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ ഉയർത്തിക്കാട്ടി. രാമന് തിരഞ്ഞെടുത്ത ഒരു വിധി സൃഷ്ടിച്ച കൊടുങ്കാറ്റിൽ എറിയപ്പെട്ട ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ശ്രീരാമൻ കഷ്ടപ്പെടേണ്ടിയും വന്നു. തൻ്റെ ഭക്തരെ രക്ഷിക്കാനും താൻ ബഹുമാനിക്കുന്ന ഒരു മഹർഷിയുടെ വാക്കുകളെ മാനിക്കാനും ഒരു മനുഷ്യനായി അവതരിച്ച ദൈവമാണ് ശ്രീരാമൻ. രാമൻ്റെ മഹത്വം അതീതമാണ്. തൻ്റെ ഒരു യഥാർത്ഥ പ്രണയത്തിൽ നിന്ന് ജീവിതത്തിലുടനീളം വേർപിരിയലിൻ്റെ വേദനകൾ മനസ്സോടെ സഹിച്ച, എന്നാൽ ഒരിക്കലും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാത്ത ദൈവമായിരുന്നു രാമൻ. അതാണ് രാമൻ്റെ മഹത്വം. അതുകൊണ്ടാണ് ശ്രീരാമനെ നമ്മൾ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത്. ഹരേ രാമ.